നമസ്കാരം. കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ചുമതലയേറ്റ ശേഷം വി.ഡി. സതീശൻ നടത്തിയ തന്റെ ആദ്യ പത്രസമ്മേളനത്തിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായി കേരളത്തിലൊരു വയോജന വകുപ്പ് രൂപീകരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പ്രായമായവർക്ക് വേണ്ടി മാത്രമായി ഒരു പ്രത്യേക മന്ത്രാലയവും വകുപ്പും വരുന്നത് ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായാണ്. ഈ പുതിയ വകുപ്പിലൂടെ നമ്മുടെ നാട്ടിൽ നടപ്പിലാകാൻ പോകുന്നത് ലോകമെമ്പാടും വലിയ വിജയമെന്ന് തെളിയിക്കപ്പെട്ട ജപ്പാൻ മോഡൽ വയോജന പദ്ധതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്താണ് യഥാർത്ഥത്തിൽ ഈ ജപ്പാൻ മോഡൽ? നമ്മുടെ നാട്ടിലെ പ്രായമായ അമ്മമാർക്കും അച്ഛന്മാർക്കും ഈ പദ്ധതി കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്, ഇതിന്റെ പ്രായോഗികത എത്രത്തോളം ഉണ്ട്, നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. എന്തുകൊണ്ടാണ് വയോജനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ജപ്പാനെ മാതൃകയാക്കുന്നതെന്ന് പലർക്കും സംശയമുണ്ടാകാം. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധജനങ്ങളുള്ള, അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഏറ്റവും കൂടുതലുള്ള ഏക രാജ്യം ജപ്പാനാണ്. അവിടുത്തെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും മുതിർന്ന പൗരന്മാരാണ്. ജപ്പാൻ സർക്കാർ ഈ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. കൃത്യമായി പറഞ്ഞാൽ 1920കളിൽ തന്നെ അവർ ഈ പ്രശ്നം ഗൗരവമായി അഭിമുഖീകരിച്ചു തുടങ്ങി. തുടക്കത്തിൽ ചെറിയ രീതിയിലുള്ള പദ്ധതികളായിരുന്നെങ്കിലും വർഷങ്ങളോളം നീണ്ട പഠനങ്ങൾക്കും ആസൂത്രണങ്ങൾക്കും ഒടുവിൽ 2000 ആണ്ടിൽ ജപ്പാൻ വളരെ ശക്തവും പ്രായോഗികവുമായ ഒരു വയോജന നയം രാജ്യത്ത് നടപ്പിലാക്കി. ഇന്ന് ലോകം മുഴുവൻ മാതൃകയാക്കുന്ന ജപ്പാൻ മോഡലിന്റെ അടിത്തറ ആ നയമാണ്. നമുക്ക് ഈ ജപ്പാൻ മോഡലിന്റെ പ്രധാനപ്പെട്ട 4 സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് നിർബന്ധിത വയോജന ഇൻഷുറൻസ് പദ്ധതിയാണ്. ജപ്പാനിൽ 40 വയസ്സ് കഴിഞ്ഞ ഏതൊരു പൗരനും തന്റെ വരുമാനം എത്ര ചെറുതാണെങ്കിലും അതിന്റെ ഒരു നിശ്ചിത വിഹിതം വയോജന ഇൻഷുറൻസിലേക്ക് നിർബന്ധമായും അടയ്ക്കണം. ഇതവിടുത്തെ നിയമമാണ്. ഈ സമ്പാദ്യത്തിന്റെ യഥാർത്ഥ ഫലം അവർക്ക് ലഭിക്കുന്നത് 65 വയസ്സ് തികയുമ്പോഴാണ്. 65 വയസ്സിന് ശേഷം അവർക്കുണ്ടാകുന്ന എന്ത് ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചികിത്സാ ചെലവിന്റെ 90% ഈ ഇൻഷുറൻസ് തുകയിൽ നിന്ന് സർക്കാർ നൽകും. ഇതിൽ വ്യക്തികൾ വെറും 10% മാത്രം കയ്യിൽ നിന്ന് എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോൾ ചികിത്സയ്ക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ അവിടെ ആർക്കുമില്ല. രണ്ടാമത്തേത് വീട്ടുപടിക്കൽ എത്തുന്ന കെയർ ടേക്കർമാരുടെ സേവനമാണ്. ജപ്പാനിലെ ഏറ്റവും മനോഹരമായ ഒരു സംവിധാനമാണിത്. ഒരു അധ്യാപകന്റെയോ ബാങ്ക് ഉദ്യോഗസ്ഥന്റെയോ ജോലി പോലെ തന്നെ വളരെ ആദരവുള്ള ഒരു സർക്കാർ ജോലിയാണ് അവിടുത്തെ കെയർ ടേക്കർമാർക്കുള്ളത്. ഒരു കെയർ ടേക്കർക്ക് ഒരു ദിവസം 10-12 വീടുകളുടെ ചുമതല ഉണ്ടായിരിക്കും. അവർ ദിവസവും രാവിലെ ഈ വീടുകളിൽ നേരിട്ടെത്തും. വയോജനങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കും. അവരുടെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ കൃത്യമായി ഡയറിയിൽ കുറിച്ചെടുക്കും. ഈ വിവരങ്ങൾ അവർ ഡോക്ടർമാരും നേഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ ടീമിന് കൈമാറുന്നു. തുടർന്ന് ഈ മെഡിക്കൽ സംഘം വയോജനങ്ങളുടെ വീട്ടിൽ നേരിട്ടെത്തി അവർക്ക് കൗൺസിലിംഗും ചികിത്സയും മരുന്നുകളും നൽകുന്നു. പ്രായമായവരെ അവരുടെ പരിചിതമായ വീട്ടു സാഹചര്യത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ പരിചരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മൂന്നാമത്തേത് ഹ്രസ്വകാല ഹോം സ്റ്റേകളും പകൽ വീടുകളുമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് പ്രായമായവരുടെ ഒറ്റപ്പെടൽ. മക്കൾക്ക് ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ പുറത്തു പോകേണ്ടി വരുമ്പോൾ മാതാപിതാക്കൾ വീട്ടിൽ ഒറ്റയ്ക്കാവുന്നു. ജപ്പാനിൽ ഇതിന് പരിഹാരമായി അത്യാധുനിക സൗകര്യമുള്ള പകൽ വീടുകൾ അഥവാ ഡേ കെയർ ഉണ്ട്. രാവിലെ മക്കൾ ജോലിക്ക് പോകുമ്പോൾ പ്രായമായവരിവിടെ കൊണ്ടാക്കും. ഒരു റിസോർട്ട് പോലുള്ള അന്തരീക്ഷത്തിൽ സമപ്രായക്കാരായ ഒരുപാട് ആളുകളോടൊപ്പം സമയം ചെലവഴിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും ഇവിടെ സാധിക്കും. വൈകുന്നേരം മക്കൾക്ക് ഇവരെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ഇനി മക്കൾക്ക് 1-2 ദിവസം ദൂരേക്ക് യാത്ര പോകണമെങ്കിൽ വയോധികർക്ക് സുരക്ഷിതമായി താമസിക്കാൻ സർക്കാർ ചിലവിലുള്ള ഹ്രസ്വകാല ഹോം സ്റ്റേകളും അവിടെ തന്നെയുണ്ട്. നാലാമത്തേത് റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായമാണ്. ജപ്പാൻ സാങ്കേതിക വിദ്യയിൽ എത്രത്തോളം മുന്നിലാണെന്ന് നമുക്കറിയാം. അവർ അത് വയോജന പരിപാലനത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ജപ്പാനിൽ കിടപ്പുരോഗികൾ എന്നൊരു സങ്കല്പം തന്നെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായി കിടപ്പിലായവർക്ക് പോലും സ്വയം സഞ്ചരിക്കാൻ സഹായിക്കുന്ന പ്രത്യേക റോബോട്ടുകൾ അവിടെയുണ്ട്. അതുപോലെ പങ്കാളി നഷ്ടപ്പെട്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന വയോധികർക്ക് കൂട്ടായിരിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കൃത്യമായി മറുപടി നൽകാനും ശേഷിയുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകളെയും സർക്കാർ നൽകി വരുന്നു.
ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വരാം. ഈ ജപ്പാൻ മോഡൽ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം പ്രായോഗികമാണ്? തീർച്ചയായും അവസാനമായി പറഞ്ഞ റോബോട്ടിക് സാങ്കേതിക വിദ്യ സാമ്പത്തികവും സാങ്കേതികമായ കാരണങ്ങളാൽ ഇപ്പോൾ കേരളത്തിൽ അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ ഉണ്ടെന്നതാണ് സത്യം. സാമൂഹിക ക്ഷേമ വകുപ്പിന് കീഴിൽ സ്വകാര്യ ട്രസ്റ്റുകളുടെ നേതൃത്വത്തിലും നിരവധി വൃദ്ധസദനങ്ങളും പകൽ വീടുകളും ഇന്ന് കേരളത്തിലുണ്ട്. പല പ്രമുഖ ആശുപത്രികളും ഹോം കെയർ സർവീസുകൾ വഴി നഴ്സുമാരെയും ഡോക്ടർമാരെയും വീടുകളിലേക്ക് അയക്കുന്നുമുണ്ട്. പക്ഷേ നിലവിലെ പ്രശ്നം എന്തെന്നാൽ ഇതെല്ലാം ചിതറിക്കിടക്കുകയാണ്. ഇതിനൊരു കൃത്യമായ കേന്ദ്രീകൃത സംവിധാനമില്ല. VD സതീശൻ പ്രഖ്യാപിച്ചതുപോലെ ഒരു പുതിയ വയോജന വകുപ്പ് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റം ഇതാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലേക്ക് വരും. അതിനൊരു പ്രത്യേക മന്ത്രിയും കൃത്യമായ ഒരു ഉദ്യോഗസ്ഥ ഭരണക്രമവും ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ശക്തവും സുതാര്യവുമായി മാറും. കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം വളരെ വേഗത്തിലാണ് വർദ്ധിക്കുന്നത്. നിലവിൽ നമ്മുടെ ജനസംഖ്യയുടെ 20%-ലധികം പേർ 60 വയസ്സ് കഴിഞ്ഞവരാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇത് 4-1 നിലയിലേക്ക് ഉയരും. അതുകൊണ്ട് തന്നെ വയോജനക്ഷേമം കേരളത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. കേരളം ഇതിനു മുമ്പും ഈ ദിശയിൽ വലിയ ചുവടുവെപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നത് നമ്മൾ മറക്കരുത്. 2007 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ ആദ്യമായി ഒരു വയോജന നയത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. 2008 എല്ലാ ജില്ലകളിലും വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വയോജന കൗൺസിലുകൾ വന്നു. 2011 പ്രായമായവർക്ക് സൗജന്യ ചികിത്സയും മരുന്ന് നൽകുന്ന പ്രശസ്തമായ വയോമിത്രം പദ്ധതി ആരംഭിച്ചു. 2016 മുതൽ ഈ പദ്ധതികൾ കൂടുതൽ ശക്തമാക്കുകയും വയോജന മന്ദിരങ്ങൾ വിപുലീകരിക്കുകയും ചെയ്തു. 2018 വയോമിത്രം പദ്ധതി മുനിസിപ്പാലിറ്റികളിൽ നിന്ന് പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. ഒടുവിൽ 2025 സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി R ബിന്ദുവിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ വയോജന കമ്മീഷൻ തന്നെ കേരളത്തിൽ രൂപീകരിച്ചു. മക്കൾ ഉപദ്രവിക്കുകയോ പ്രായമായവരോട് അതിക്രമങ്ങൾ കാണിക്കുകയോ ചെയ്താൽ അവർക്ക് നിയമസഹായം നൽകുന്നത് ഈ കമ്മീഷനാണ്. ചുരുക്കത്തിൽ VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ജപ്പാൻ മോഡലിന്റെ പല വശങ്ങളും കേരളീയരായി നമുക്ക് പരിചിതമാണ്. എന്നാൽ ഒരു പ്രത്യേക വകുപ്പിലൂടെ ഇതിനെയെല്ലാം ഔദ്യോഗികമായി ഏകീകരിക്കുമ്പോൾ അത് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് നൽകുന്ന സുരക്ഷിതത്വവും വളരെ വലുതായിരിക്കും. വാർദ്ധക്യം എന്നത് നാളെ നമ്മളിലേക്കും നടന്നെത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാൻ സർക്കാർ കൊണ്ടുവരുന്ന ഇത്തരം വലിയ പദ്ധതികൾക്ക് നമ്മൾ വലിയ പിന്തുണയാണ് നൽകേണ്ടത്. കേരളത്തെ ഒരു സമ്പൂർണ്ണ വയോജന സൗഹൃദ സംസ്ഥാനമാക്കാൻ ഈ പുതിയ വയോജന വകുപ്പിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ പുതിയ ജപ്പാൻ മോഡൽ പദ്ധതിയെക്കുറിച്ചും വയോജന വകുപ്പ് രൂപീകരണത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.